ഹലോ, എൻ്റെ പേര് അശ്വന്ത്. 29ാമത് IFFKയുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വർഷത്തെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ചെയ്തേക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഐഡൻറ്റിറ്റിയിൽ സോഷ്യൽ പൊസിഷൻ നിർണ്ണയിക്കുന്നത് ഒരു ഘടകത്തിനെ മാത്രം ആശ്രയിച്ചിട്ടല്ലല്ലോ. ഒത്തിരി ഘടകങ്ങളുണ്ട്. ആളുടെ ജാതി, ജെൻഡർ, സെക്ഷുവാലിറ്റി, അതിൻ്റെ ഒരു ഒഴുക്കും അതിൻ്റെ ഒത്തുചേരലും ഒക്കെയുണ്ട്. സിനിമയും ശരിക്കും അതാണ്. ഫിലിം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒഴുകാണ്. ഈവൻ ഐഡിയാസ് ആയാലും അതിലുള്ള കണ്ടന്റ് ആയാലും പൊളിറ്റിക്സ് ആയാലും ഒക്കെ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോയും ബ്ലൂ കളേഴ്സും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ 27ാമത് എഡിഷൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി പ്രൊജക്റ്റ് ചെയ്തായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ്, രണ്ടാമത്തെ എഡിഷനാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫൈൻ ആർട്സ് കോളേജിലാണ്. ഇപ്പം RLB മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് കോളേജിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. ബാച്ചിലേഴ്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫൈനൽ പ്രൊജക്റ്റായിട്ട് ഞാൻ 26ാമത് IFFKയുടെ ബ്രാൻഡിങ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ആ വർഷം നല്ല രീതിയിൽ അത് വാല്യൂ ചെയ്യപ്പെട്ടിട്ടില്ല കോളേജിൽ. അപ്പോൾ ആ ഒരു ഫയർ ഉണ്ടായിരുന്നു, ഒരു അംഗീകരിച്ചിട്ടില്ല എന്നൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊന്ന് ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ IFFK ആയിട്ട് വർക്ക് ചെയ്യാനും അവർക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാനും അത് ഒന്ന് കാണിച്ചു കൊടുക്കുന്നൊരു ചെറിയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ വർക്കിൻ്റെ ഒക്കെ പിറകിൽ.